35 രൂപയ്ക്ക് ഹോൾസെയിൽ വിലയിൽ വിയന്ന സൂപ്പർ എർലി, അതുപോലെ റീറ്റെയിലായിട്ട് വാങ്ങിക്കുന്നവർക്ക് വാങ്ങുന്നതനുസരിച്ചുള്ള ഡിസ്കൗണ്ട് അല്ലേ സാർ? അതാണ്. അപ്പൊ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് ആർക്കും നിരാശപ്പെടേണ്ടി വരില്ല. ഇവിടെ ഒരുപാട് ഏക്കർ സ്ഥലം, സാറിന്റെ 5 ഏക്കർ സ്ഥലത്താണ്. അതെ, നമ്മുടെ പ്ലാവ്, മാവ്, റംബൂട്ടാൻ, ജാതി, ഗ്രാമ്പു, ഇങ്ങനെ എല്ലാ വെറൈറ്റി. അതാണ് 5 ഏക്കറിൽ നിങ്ങൾക്ക് ഓടി നടന്ന് കണ്ടാൽ തീരാത്ത കളക്ഷൻ ഉണ്ട്. ഇത്രയും വലിയ പ്ലാവ്, അതായത് എൻ്റെ പൊക്കം ഒരു 5.5-6 അടിയോളം പൊക്കവും അതിനൊത്ത കയ്യിൻ്റെ കണ്ടോ വലിയ കയ്യിൻ്റെ വണ്ണവുമുള്ള ചക്കയോട് കൂടിയ പ്ലാവ് നമുക്ക് കൊടുക്കുന്നത് 400 രൂപ. 400 രൂപ. കൂടുതൽ എടുക്കുന്നവർക്ക് 400 രൂപയ്ക്കാണ് കേട്ടോ കൊടുക്കുന്നത്. ഈ കാണുന്നത് കംപ്ലീറ്റും 150 രൂപ മാത്രം വില വരുന്ന റംബൂട്ടാന്റെ തൈകളാണ് കേട്ടോ. ഇതാണ് നമ്മുടെ സന്തോഷ് നഴ്സറിയുടെ പ്രത്യേകത. അത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ എല്ലാ മാതൃവൃക്ഷവും നമ്മുടെ കയ്യിലുണ്ട്. അടിപൊളി. നമസ്കാരം, എല്ലാവർക്കും എൻഫോർട്ടൈലിങ്ങിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം. നമ്മളിന്ന് വന്നിട്ടുള്ളത് പാലക്കാട് ജില്ലയിലെ പുഞ്ചപ്പാടത്താണ്. നിങ്ങൾക്ക് ഏറ്റവും അധികം ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ്. കേരളത്തിലുടനീളമുള്ള എല്ലാ നഴ്സറികളിലേക്കും മാതൃവൃക്ഷത്തോട്ടം വെച്ച് അതിൽ നിന്ന് തൈകൾ ഉൽപ്പാദിപ്പിച്ച് വിതരണം ചെയ്യുന്ന, ഏറ്റവും വില കുറവിൽ തൈകൾ ലഭിക്കുന്ന നമ്മുടെ സന്തോഷ് നഴ്സറിയിലാണ് നമ്മളിന്ന് വന്നിട്ടുള്ളത്. 5-6 ഏക്കറോളം വരുന്ന ഈ നഴ്സറിയിലുള്ള വീഡിയോകൾ, അതായത് വിഷ്വൽസ് കണ്ടാലും നമുക്ക് തീരുന്നതല്ല. ഇത് കണ്ടോ, 2.5 വർഷം പ്രായമായിട്ടുള്ള J33യുടെ പ്ലാവിൽ ചക്ക കായ്ച്ചു നിൽക്കുകയാണ്. നമ്മൾ 2.5 വർഷം കൊണ്ട് J33 കായ്ക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയൊരു അതിശയകരമായിട്ടുള്ള കാര്യമാണ്. സാറോടെ ഉണ്ട്. സാറേ, നമുക്ക് ഈ പ്ലാവുകൾ കായ്ക്കുന്നതിനുള്ള ഒരു മാനദണ്ഡം എന്താണ്? നമ്മൾ വെറുതെ പ്ലാവ് വെച്ചുകൊണ്ട് ഇരുന്നാൽ പോരാ. ഇതിന് ഹൈബ്രിഡ് ആയതുകൊണ്ട് നല്ല നിലയ്ക്ക് വളം കൊടുക്കണം, നന്നായി സംരക്ഷിക്കണം, നല്ല നനവും കൊടുക്കണം. എന്നാൽ നല്ല നിലയ്ക്ക് അത് കായ്ക്കുന്നുള്ള ഉറപ്പാണ്. പിന്നെ വേറൊന്ന്, ഇവിടെ പല നഴ്സറിക്കാരും അതാണ് ഇതാണെന്നും പറഞ്ഞു കൊടുക്കും. നമ്മൾ അങ്ങനെയല്ല, നമ്മൾ കായ്ച്ച് നിൽക്കുന്ന പ്ലാവിന്റെ കമ്പെടുത്തിട്ടാണ് ഗ്രാഫ്റ്റും ബഡും ചെയ്യുന്നത്. അതൊരു പ്രധാന കാര്യമാണ്. ബഡ് ചെയ്യുന്നത് കായ്ച്ച പ്ലാവിൽ നിന്ന് നോക്കിയിട്ടേ നമ്മൾ ബഡ് കമ്പ് എടുത്ത് ബഡ് ചെയ്യുള്ളൂ. അതാണ് നമ്മുടെ നഴ്സറിയുടെ വിജയം. അതാണ്. അതിലുള്ള സാധനം ഈ പ്ലാവിൽ വെച്ച് ചക്കയിൽ വെച്ച് ഏറ്റവും മധുരമുള്ളത് J33. അതാണ്. അതായത് നമുക്ക് 2.5 വർഷം കൊണ്ട് J33 ഇവിടെ കായ്ച്ചിട്ടുണ്ട്. കൃത്യമായ വളം കൊടുക്കലും പരിചരണം ഉണ്ടെങ്കിൽ നമുക്ക് പ്ലാവ് കായ്ക്കും. നമ്മള് വിയറ്റ്നാമിനെ അപേക്ഷിച്ച് J33 പ്ലാവ് നടുമ്പോൾ നമുക്ക് ദൂരപരിധി എന്തെങ്കിലും? ദൂരപരിധി ഇത് കുറച്ചും കൂടി പ്രായം കൂടിയിട്ട് കായ്ക്കുന്നതുകൊണ്ട് കുറച്ചും കൂടി വലിപ്പം വെക്കുന്നതല്ലേ. മറ്റേത് അങ്ങനെയല്ല, മറ്റൊരു 12 അടി അകലത്തിൽ വെക്കാൻ പറ്റും. ഇത് 15 അടിയെങ്കിലും വേണം. 15 അടിയെങ്കിലും മിനിമം വേണം അല്ലേ? അതായത് അത്യാവശ്യം വളരുന്ന ടൈപ്പ് പ്ലാവ് ആയിരിക്കും അല്ലേ? ചക്ക നമുക്ക് നല്ല ചക്ക അല്ലേ? ഇത് കണ്ടോ, ചക്കയൊക്കെ കാച്ചു നിൽക്കുന്നുണ്ടോ? കാഴ്ച നിൽക്കുന്നുണ്ട്. ഇത് പിന്നെ വേറൊന്ന്, ഈ വിയറ്റ്നാമിനേക്കാളും ഇത് 2 പ്രാവശ്യം കായ്ക്കും. മറ്റേത് അങ്ങനെയല്ല, ആൾ സീസണാണ്. ഏത് സമയത്തും വിയറ്റ്നാം ഏത് സമയം കായ്ക്കും. ഇതല്ല, ഇത് 2 പ്രാവശ്യം കായ്ക്കും. വർഷത്തിൽ 2 പ്രാവശ്യം. 2 പ്രാവശ്യം നമുക്ക് നല്ല രീതിയിൽ നല്ല കായ്ഫലം വെച്ചാൽ നല്ല കായ്ഫലമാണ്, നല്ല ടേസ്റ്റുമാണ്. അതാണ് ഇതിനെ സംബന്ധിച്ചുള്ളത്. ഇതാണ് വിയറ്റ്നാം ഇയർലി. ഇത് കപ്പ് കൂടുതൽ തന്നെ വെച്ചിട്ട് 1.5 കൊല്ലം കൂടി ആയിട്ടില്ല, അപ്പോഴേക്ക് ഇത് കായ്ച്ചു. ഇത് ഇടിച്ചക്കയായി. ഇതിപ്പോൾ നമ്മൾ എന്താ വെച്ചാൽ, ഇത് തൈ വലിപ്പം വെക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഇടിച്ചക്കയൊന്നും വലുതാക്കാൻ വിട്ട് കഴിഞ്ഞാൽ ഈ തൈ വളരില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ, ഇത് വലുതാവുന്നവരെ ഇടിച്ചക്കയെല്ലാം പൊട്ടിച്ചെടുക്കും അല്ലേ? വലുതാവുന്നവരെ വലിയ ചക്കയാക്കാതിരിക്കുകയാണ് നല്ലത്. ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യം, ഇത്രയും വലിയ പ്ലാവ്, അതായത് എൻ്റെ പൊക്കം ഒരു 5.5-6 അടിയോളം പൊക്കവും അതിനൊത്ത കയ്യിൻ്റെ കണ്ടോ വലിയ കയ്യിൻ്റെ വണ്ണവുമുള്ള ചക്കയോട് കൂടിയ പ്ലാവ് നമുക്ക് കൊടുക്കുന്നത് 400 രൂപ. 400 രൂപ. 400 രൂപയ്ക്ക് കൂടുതൽ എടുക്കുന്നവർക്ക് 400 രൂപയ്ക്കാണ് കേട്ടോ കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും പ്ലാവ് വാങ്ങണമെന്ന് ആഗ്രഹമുള്ളവർ നേരിട്ട് വന്ന് ഇതൊക്കെ ഒന്ന് കാണണം. ഇതിൻ്റെ മാതൃതൈ മുഴുവനും നമ്മുടെ കയ്യിൽ തന്നെ ഉള്ളതാണ്. അതുകൊണ്ടാണ് നമുക്ക് ഇത്രയും ധൈര്യം പറയുന്നത്. അതെ, പ്ലാവിൻ്റെ തൈകൾ കണ്ട് നമുക്ക്, അതായത് തൈകളല്ല, പ്ലാവിൻ്റെ മരം കണ്ട് അതിൻ്റെ ചക്കകൾ കണ്ട് നമുക്ക് തൈകൾ വാങ്ങാനുള്ളൊരു സൗകര്യം ഇവിടെ ഉണ്ട് കേട്ടോ. അതാണ് നമ്മുടെ നഴ്സറിയുടെ വിജയം. അതാണ്. പ്ലാവിൻ്റെ ബഡ് ചെയ്യുമ്പോൾ ഗുണനിലവാരം നമുക്ക് ഉറപ്പിക്കാനായിട്ട് നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? നമുക്ക് ആദ്യം മാതൃ ചെയ്യുന്ന അവനവരുടെ കയ്യിൽ തന്നെ ഉണ്ടാവണം. അത് എൻ്റെ കയ്യിലുണ്ട്, ഞാനത് കാണിച്ചു തരാം. അതാണ് ശരിക്കും നമ്മൾ ആദ്യം നോക്കേണ്ടത്. അതെല്ലേ, നമുക്ക് ബഡ് ചെയ്യുന്നൊന്ന് കാണിച്ചു കൊടുത്താൽ? കാണിക്കാം. അതല്ലേ, അപ്പോൾ കാണിക്കാം. നമ്മളെ
ആ സ്റ്റിക്കിൻ്റെ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ബ്ലാഡർ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഇങ്ങനെ ഈ അരി ബഡിൻ്റെ അരി കാണാം. ഈ അരിയാണ് നമ്മൾ ഈ വൃക്ഷത്തെ ബഡ് ചെയ്ത് വെക്കുന്നത്. അത് ഏറ്റവും നല്ല ക്വാളിറ്റി ഉള്ള പിന്നെ ബഡ് നമ്മൾ ചെയ്യുന്നത്. പതിയെ സ്കിന്ന് റിമൂവ് ചെയ്ത് ആദ്യം അതിൻ്റെ റൗണ്ടിൽ ഇതിൻ്റെ എടുത്തു വെച്ചു, മറ്റേത് ഇതെടുത്തു വെച്ചു, പിന്നെ അത് പ്ലാസ്റ്റിക് ഇതെടുത്തു, അത് അതിനോട് ജോയിൻറ്റ് ചെയ്ത് വളരെ വെള്ളം ഇറങ്ങാത്ത തരത്തിൽ അത് ചുറ്റി നന്നായി ടൈറ്റ് ചെയ്ത് വെച്ചു. അങ്ങനെ നന്നായി കെട്ടിക്കഴിഞ്ഞ് വെച്ചു. ഇത്രയേ ഉള്ളൂ അതിൻ്റെ ബഡ്ഡിങ്. ഇതങ്ങനെ ചെയ്ത് എടുത്തു. ബഡ്ഡിങ് പ്രോസസ്സ് നമുക്ക് പൂർത്തിയായിട്ടുണ്ടല്ലേ? പൂർത്തിയായി. ഇത് ഒരു 25 ദിവസം കഴിയുമ്പോഴേക്ക് ഇതേ കളർ പച്ച കളറിലുണ്ടെങ്കിൽ തൈ സക്സസ് ആണ്. കറുപ്പ് വന്നു കഴിഞ്ഞാൽ അത് പോയി. മിക്കവാറും നമുക്ക് 100-95% സക്സസ് ആയിട്ട് കിട്ടും അല്ലേ സാർ? ഇത് നമുക്ക് ഇനി നമ്മൾ ഇതിന് അടുത്ത സ്റ്റേജ് എന്താ ചെയ്യുന്നത്? ഇനിയിപ്പോൾ ഇത് അടുത്ത സ്റ്റേജ് ഇവിടെ വെച്ച് കട്ട് ചെയ്യും. 30 ദിവസം കഴിഞ്ഞ് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ പ്ലാസ്റ്റിക് അഴിച്ചു മാറ്റി കഴിഞ്ഞാൽ ഈ ഭ്രൂണത്തിൽ നിന്ന് മുള വന്നിരിക്കും. അപ്പോൾ ശരിക്കും ഒറിജിനൽ ഏത് ഇനാണോ നമ്മൾ J33 ആണെങ്കിൽ അത് തന്നെ ആയിരിക്കും ആ ഭ്രൂണം. അതാണ് ഈ തൈയിൻ്റെ ബഡ്ഡിങ്ങിൻ്റെ മെച്ചം. അതാണ് ഇങ്ങനെ ബഡ് ചെയ്യുന്നതിലൂടെ നമുക്ക് ഗുണനിലവാരമുള്ള തൈകൾ ഉറപ്പായിട്ടും കൊടുക്കാം. അതാണ് അതിശയ ജാക്ക് എന്നൊരു ഇനമുണ്ട് കേട്ടോ. അതിശയ ജാക്കിന്റെ പ്രത്യേകത എന്താണെന്ന് സാറിനോട് തന്നെ ചോദിക്കണം. എന്താണ് സാർ അതിശയ ജാക്കിന്റെ പ്രത്യേകത? പ്രത്യേകിച്ചിട്ടുള്ളത് ഗുണം 10 ദിവസം കേടുവരില്ല എന്നുള്ളതാണ് ഏറ്റവും. ദുബായ് ഫോറിൻ ആ സാധനങ്ങളൊക്കെ അയക്കാൻ പറ്റിയ സാധനമാണ് ഇത്. കേടുവരില്ല. മധുരത്തിലാണെങ്കിൽ വില്ലനാണ്. അതാണ് മോളിൽ നിന്ന് ചക്ക അഥവാ വീണ് കഴിഞ്ഞാലും കൂടി ആ ചക്കയ്ക്ക് കേടുപറ്റില്ല. പൊക്കത്ത് വെട്ടിട്ടാലും ഒന്നും പറ്റില്ല. അതാണ് ഈ അതിശയ ജാക്കിന് പേര് തന്നെ വരാൻ കാരണം അല്ലേ? അതിന്റെ ടേസ്റ്റ് ഒക്കെ എങ്ങനെയാണ്? ടേസ്റ്റ് നല്ല ടേസ്റ്റാണ്. അതെ. ഈ പ്ലാവ് നട്ട് കഴിഞ്ഞാൽ എത്ര കാലം കൊണ്ട് നമുക്ക് കാഴ്ച കിട്ടും? ഒരു 3-3.5 കൊല്ലാവും. 3.5 കൊല്ലം കാഴ്ച കിട്ടും. ഈ സൈസ് പ്ലാവിന് നമുക്ക് എന്ത് റേറ്റ് ആണ് സാർ? ഇത് വന്നിട്ട് നമ്മൾ 40 രൂപയ്ക്ക് കൊടുക്കുന്നത്. ഹോൾസെയിൽ വില. റീറ്റെയിൽ 45-50 ഒക്കെ ആവും. അതെ. ഹോൾസെയിൽ വില 45 രൂപയാണ്. റീറ്റെയിൽ നമുക്ക് 40 രൂപ 45 രൂപ. ഹോൾസെയിൽ 40, റീറ്റെയിൽ 45 ആയിട്ടും കൊടുക്കും. അതെ. 45 രൂപയ്ക്ക് നിങ്ങൾക്ക് വീടുകളിലേക്കുള്ള പ്ലാവുകൾ വാങ്ങാം. ഹോൾസെയിലായിട്ട് വാങ്ങിക്കുന്നവർക്ക് വാങ്ങുന്നതിനനുസരിച്ച് ഒരു ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ കിട്ടും. പിന്നെ എല്ലാം ഒരുപാട് കളക്ഷൻ ഉണ്ട് കേട്ടോ. നിങ്ങൾക്ക് ധൈര്യമായിട്ടും ഈ പ്ലാവുകളെല്ലാം തന്നെ ഇവിടെയുള്ള മാതൃവൃക്ഷങ്ങളിൽ നിന്ന് നമ്മൾ എടുത്തു വെച്ചത്. അതാണ് കേട്ടോ. ഇതാണ് വിയറ്റ്നാം സൂപ്പർ ഇയർലി. നല്ല തൈകളാണല്ലോ. അതെ. ഇത് എത്ര മാസം പ്രായമായിട്ടുള്ള? ഇത് വന്നിട്ട് കവിഞ്ഞ് വന്നു കഴിഞ്ഞാൽ 6 മാസമായി. അതെ. വിയറ്റ്നാമിന്റെ ഈ ചെറിയ പ്ലാന്റ്, അതായത് ഈ പ്ലാന്റുകൾ നമുക്ക് എന്ത് വിലക്കാണ് സാർ? ഇത് നമ്മൾ ഹോൾസെയിൽ വില 35, റീറ്റെയിൽ 40. 35 രൂപയ്ക്ക് ഹോൾസെയിൽ വിലയിൽ വിയറ്റ്നാം സൂപ്പർ എർലി. അതുപോലെ റീറ്റെയിലായിട്ട് വാങ്ങിക്കുന്നവർക്ക് വാങ്ങുന്നതനുസരിച്ചുള്ള ഡിസ്കൗണ്ട് അല്ലേ സാർ? അതാണ്. അപ്പൊ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് ആർക്കും നിരാശപ്പെടേണ്ടി വരില്ല. ഇവിടെ ഒരുപാട് ഏക്കർ സ്ഥലം, സാറിന്റെ 5 ഏക്കർ സ്ഥലത്താണ്. അതെ. നമ്മുടെ പ്ലാവ്, മാവ്, റംബൂട്ടാൻ, ജാതി, ഗ്രാമ്പു, ഇങ്ങനെ എല്ലാ വെറൈറ്റിയും. അതാണ് 5 ഏക്കറിൽ നിങ്ങൾക്ക് ഓടി നടന്ന് കണ്ടാൽ തീരാത്ത കളക്ഷൻ ഉണ്ട്. ഇത് ചെറിയ പ്ലാന്റ്. ഇതിന്റെ വളർച്ചാ സ്റ്റേജ് അനുസരിച്ച് നിങ്ങൾക്ക് ഇതിനനുസരിച്ചുള്ള ഒരുപാട് വില വ്യത്യാസങ്ങളൊന്നും ഇല്ല. നിങ്ങൾക്ക് നേരിട്ട് വന്ന് കണ്ട് വാങ്ങിക്കുന്നതാണ് ഉചിതം. അതാണ് വിയറ്റ്നാം സൂപ്പറിന്റെ മാതൃവൃക്ഷമാണ് നമ്മൾ കാണുന്നത്. ഈ ഇതുപോലെയുള്ള കാഴ്ച നിൽക്കുന്ന മാതൃവൃക്ഷങ്ങളിൽ നിന്നാണ് ഇവിടെ തൈകൾ ഉത്പാദിപ്പിക്കുന്നത് കേട്ടോ. അതാണ്. ഇത് നമുക്ക് എത്ര കിലോയുള്ള ചക്കകൾ നമുക്ക് ഇന്ന് കിട്ടുന്നുണ്ട്? ഇതിന്ന് നമുക്ക് ചുരുങ്ങിയത് നന്നായി 1-2 ഉണ്ടെങ്കിൽ 5-6 കിലോ കിട്ടും. അപ്പോൾ കൂടുതൽ എണ്ണം ഉണ്ടെങ്കിൽ ലേശം ചെറുപ്പായിരിക്കും. അത്രയേ ഉള്ളൂ. നമ്മൾ എണ്ണം കമ്മിയായി കഴിഞ്ഞാൽ ഇഷ്ടംപോലെ കായ ഉണ്ടാവും. നല്ല കായ ഏത് സമയത്തും. ഒരു ഭാഗത്ത് ഇടിച്ചക്ക, ഒരു ഭാഗത്ത് മൂത്തത്, ഒരു ഭാഗത്ത് ചക്ക. ഇടിച്ചക്കയായിട്ടും പഴത്തിലാണെങ്കിലും നമുക്ക് ചക്ക കാണാം. ഏത് സമയത്തും എല്ലാം കിട്ടുന്ന സാധനമാണ് ഈ വിയറ്റ്നാം ജെല്ലി. അതാണ്. ഈ ഹൈബ്രിഡ് ഇനം പ്ലാവുകൾ നടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ? ശ്രദ്ധിക്കേണ്ടത് ഞാൻ പറഞ്ഞല്ലേ, അടിയിൽ നല്ല ജൈവവളം കൊടുത്ത് നന്നായി ആദ്യം വെക്കണം. അതൊന്ന്. രണ്ടാമത്, നമുക്ക് ഒരു പരിധി വരെ കൈ എത്തുന്ന ദൂരമായി കഴിഞ്ഞാൽ ബ്രൂൺ ചെയ്യണം. ബ്രൂൺ ചെയ്ത് കഴിഞ്ഞ് നമ്മൾ ശിഖരമായിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് സൂര്യപ്രകാശം തടിയിൽ തട്ടണം. അതാണ് ഇതിൻ്റെ
മെയിൻ കാരണം. നമ്മുടെ തടി എപ്പോഴും ക്ലിയർ ആയിരിക്കും. ബ്രൂൺ ചെയ്ത് കഴിഞ്ഞാൽ ആ പ്ലാവ് നന്നായി കായ്ച്ചിരിക്കും അല്ലേ? എത്ര ഹൈറ്റ് വരെ നമുക്ക് നമുക്കത് മേലെ ഹൈറ്റ് പോകുന്നിടത്തോളം ധൈര്യത്തോടു കൂടി നമുക്കത് കട്ട് ചെയ്യാം. അതിനൊരു കുഴപ്പമില്ല. കൂടുതൽ കായ്ഫലം കിട്ടുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ എന്താണ് ശ്രദ്ധിക്കേണ്ട കാര്യം? ഞാൻ പറഞ്ഞില്ലേ, ഈ ജൈവവളം നന്നായി ചാണകം, മറ്റേ നമ്മൾ വേറെ ഒരു ഇതും കൂടി ചെയ്യുന്നുണ്ട്. വേപ്പും പിണ്ണാക്കും കടലപ്പിണ്ണാക്കും ചാണകം പുളിപ്പിച്ചിട്ട് അതിൽ കുറച്ച് പച്ചച്ചാണകം വീണ്ടും കലക്കി അതിനെ 10 ഡൈല്യൂട്ട് ചെയ്ത് അത് കുറേശ്ശെ ഒഴിച്ചു. നമ്മുടെ ചാണക സ്ലറിയാണ് മെയിൻ സംഗതി. അതാണ്. അപ്പോൾ നമ്മൾ സാറ് പറഞ്ഞ പോലെ തന്നെ കായ്ക്കുന്നില്ല എന്ന് പരാതി പറയുക, അങ്ങനെയാണെങ്കിൽ കായ്ച്ചിരിക്കും. അതാണ് അത് പിന്നെ നമ്മളുടെ വിത്ത് തൈ നടുന്നപ്പോൾ പ്രത്യേകം നല്ല നഴ്സറിയിൽ നിന്ന്, വിശ്വാസമുള്ള നഴ്സറിയിൽ നിന്ന് തൈ എടുക്കണം. അതാണ് ഇതിന്റെ മെയിൻ. വിശ്വാസയോഗ്യമായിട്ടുള്ള നഴ്സറിയിൽ നിന്ന് പ്ലാന്റ് വാങ്ങി സാറ് പറഞ്ഞതുപോലെ നമ്മുടെ കയ്യിൽ നിന്ന് ഒരുപാട് ആൾക്കാർ കൊണ്ടുപോയി ചക്ക കായ്ച്ചു എന്ന് പറയുന്നുണ്ട്. കേൾക്കുമ്പോൾ തന്നെ നല്ല സന്തോഷം. അതാണ്, കേൾക്കുമ്പോഴൊരു സന്തോഷമുണ്ട്. നമ്മൾ വിശ്വാസമുള്ള സ്ഥാപനങ്ങളിൽ നിന്ന് പ്രധാനമായിട്ടും നമ്മൾ വാങ്ങിക്കാൻ ശ്രമിക്കണം. അതാണ് നമ്മൾ കാര്യമായിട്ടുണ്ടാക്കുന്നത് വിയറ്റ്നാം ഇയർലി, J33, മലേഷ്യൻ റെഡ്. ഈ 3 ഇപ്പോൾ മെയിനായിട്ട് കാര്യം. പിന്നെ ദംഗസൂര്യ. ഈ 4 വെറൈറ്റിയാണ് നമ്മൾ കാര്യമായിട്ട് ഉണ്ടാക്കുന്നത്. പിന്നെ ബാക്കി എല്ലാ വെറൈറ്റിയും ഉണ്ട്. ഇതാണ് ഇപ്പോൾ പ്ലാവിൽ വെച്ച് ഏറ്റവും മുന്തിയത്. നല്ല ഇനത്തിൽ ഏറ്റവും വേഗം കായ്ക്കുന്നതും നമുക്ക് വേഗം ആദായം കിട്ടുന്നതും വിയറ്റ്നാം ഇയർലിയാണ്. ഒന്ന്, ഏത് സമയത്തും നമുക്ക് ചക്ക കിട്ടുന്നുള്ളതാണ് അതിൻ്റെ രണ്ടാമത്തെ ഒരു ഗുണം. പിന്നെ നമുക്ക് വളരെ ചുരുങ്ങിയ സ്ഥലത്ത് കൂടുതൽ തൈ നടാം ഈ വിയറ്റ്നാമിൻ്റെ ഇത്. പിന്നെ ചക്കയിൽ വെച്ച ഏറ്റവും നല്ല മധുരമുള്ളതും നല്ല 2.5 കൊല്ലം കൊണ്ട് കായ്ക്കുന്നതും J33, അത് കഴിഞ്ഞാൽ മലേഷ്യൻ റെഡ്, പിന്നെ ദംഗസൂര്യ. ഇങ്ങനെ ഈ 4 വെറൈറ്റിയാണ് ഇപ്പോൾ നമ്മുടെ കേരളത്തിലെ കാലാവസ്ഥയ്ക്ക് ഏറ്റവും അനുയോജ്യമായ പ്ലാവുകൾ. ഈ സീസണിൽ ആദ്യത്തെ മലേഷ്യൻ റെഡ് ഇതാ കട്ടാവുകയാണ്. അടിപൊളി, കണ്ടല്ലേ, പഴുത്ത് വരുന്നേ ഉള്ളൂ. ഇത് കണ്ടോ, മലേഷ്യൻ റെഡ്, അതുപോലെ തന്നെ വിയറ്റ്നാം സൂപ്പർ, അതുപോലെയുള്ള പലതരത്തിലുള്ള ചക്കകളാണ് നമ്മളിവിടെ കട്ട് ചെയ്തിരുന്നത്. നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് എങ്ങനെയുണ്ടെന്ന് നോക്കാം. മലേഷ്യൻ റെഡ് കഴിച്ച് നോക്കാം. പഴുത്ത് വരുന്നേ ഉള്ളൂ, മധുരമുണ്ട്. ശരിക്കും പഴുക്കുമ്പോൾ നല്ല കളറായിരിക്കും അല്ലേ സാർ? ഇത്